സിദ്ധസൂക്തി നാമീശ്വരി ശിവസമാരംഭാം മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്രികാലാതീതം തദപ്യോംകാരൈവ. സർവം നിഷേധബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിഭക്തഭുക് തേജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദവ ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. അന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര തേരധിമത്വാത്മാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ
ആദിശ്യ ഭവതി ഏവം വേദ സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭേത്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യാദ് ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ സുഷുപ്തസ്ഥാന പ്രജ്ഞോമകാരസ്തൃതീയാ മാത്ര മിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ മാത്രശ്ചതുർത്ഥോ വ്യവഹാരിഃ പ്രപഞ്ചോ വശമസ്യോ അദ്വൈത എവം ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ അദ്വൈത പഠനത്തിൽ 37ാമത് ശ്ലോകം. സർവാഭിലാപവിഗത സർവചിന്താസമുദ്ധിത സുപ്രശാന്തസഹൃജ്യോതി സമാധിരചലോഭയ അനാമകത്വാദി ഉക്താർത്ഥസിദ്ധയെ ഹേതുമാഹ. കഴിഞ്ഞ കാര്യത്തിൽ പറഞ്ഞു അനാമം, അനാമകം, അരൂപകം എന്നെല്ലാം പറഞ്ഞു. ആ തുര്യൻ നാമരഹിതനായും രൂപരഹിതനായും ഇരിക്കുന്നു. അതിനെന്താ യുക്തി പറയുന്നു? അഭിലപ്യതേ അനേനേത്യഭിലാപോ വാക്കർണം വാക്കർണം സർവപ്രകാരസ്യ വിധാനസ്യ തസ്മാത് വിഗതഃ സർവ അഭിലാപവിഗതഃ. അഭിലാപം എന്ന് പറഞ്ഞാൽ ഏതെന്തുകൊണ്ടാണോ അഭിലാപനം ചെയ്യുന്നത്, ഏതെന്തുകൊണ്ടാണോ സംസാരിക്കുന്നത്, അതാണ് അഭിലാപം എന്ന് പറയുമ്പോൾ വാക്കായി. വാഗേന്ദ്രിയത്തെയാണ് ഇവിടെ അഭിലാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. കരണം സർവപ്രകാരസ്യ അഭിധാനസ്യ, സർവരീതിയിലുമുള്ള അഭിധാനം, ശബ്ദപ്രയോഗം അതിനുപകരണമായിരിക്കുന്നതാണ് വാക് എന്ന കരണം. തസ്മാത് വിഗതഃ, അതില്ലാത്തവൻ, കർണശൂന്യൻ, വാക്കരണരഹിതൻ. വാക്കെന്ന് മാത്രം ഗ്രഹിച്ചാൽ പോരാ. വാഗത്ര ഉപലക്ഷണാർത്ഥ സർവബാഹ്യകരണ വർജിത ഇത്യേതത്. വാക്കെന്ന് പറയുന്നത് ഇവിടെ ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ കൂടി ഗ്രഹിക്കണം. ബാഹ്യകരണങ്ങൾ ഒന്നുമില്ലാത്തവൻ. ഇവിടെയും ആ തത്വജ്ഞന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. അവനിൽ സർവകരണങ്ങളും പ്രവർത്തിക്കുന്നുവെങ്കിലും പരമാർത്ഥത്തിൽ അവന് ഒരു കരണങ്ങളോട് സംബന്ധമില്ല. അതാണ് സർവകരണവർജിതൻ എന്ന് പറഞ്ഞത്.
ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗുണാഗുണേഷു വർത്തന്തേ ഇത് മത്വാന സജ്ജതേ. ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. കർണങ്ങൾ അതാതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതേസമയം ആ തത്വജ്ഞൻ ജ്ഞാനി കരണരഹിതനായിരിക്കുന്നു. തഥാ സർവചിന്താസമുത്ഥിതഃ ചിന്ത്യതേ അനയേരി ചിന്ത ബുദ്ധി തസ്യാ സമുത്ഥിതോ അന്ധകരണ വർജിത ഇത്യർത്ഥം. ചിന്താസമുദ്ധിതനാണ്. ചിന്ത എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ബുദ്ധി, അന്ധകരണം. ചിന്തിക്കുകയും അന്ധകരണം കൊണ്ടുള്ള പ്രവൃത്തികൾ, നേരത്തെ ബാഹ്യകരണങ്ങളെ പറഞ്ഞു. ബാഹ്യകരണങ്ങൾ കൊണ്ട് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അന്ധകരണത്തെ കൂടാതെ ബാഹ്യകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അന്ധകരണവും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ചിന്തയും സ്മരണയും. എന്നാൽ അവൻ അന്ധകരണവർജിതനായിരിക്കുന്നു, അന്ധകരണ സംബന്ധമില്ലാത്തവനായിരിക്കുന്നു. അപ്രാണോ ഹ്യമന ശുഭ്ര ഇതി ശ്രുതേഹി. ഈ ശ്രുതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? അവൻ പ്രാണരഹിതനാണ്, സൂക്ഷ്മ ശരീരാവനില്ല, മനസ്സില്ല, കേവല സത്സ്വരൂപനാണ്. അക്ഷരാത് പരതഃ പര, അക്ഷരത്തിന് അപ്പുറമാണ്. യസ്മാത് സർവ വിശേഷവർജിതോ അത് സുപ്രശാന്തഃ. എന്റെ വാസ്തവസ്ഥിതിയെക്കുറിച്ച് പറയുന്നു. സാധാരണ ജീവന്മാരുടെ കരണങ്ങളും മനസ്സും പ്രവർത്തിച്ച് അവന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇവിടെ തത്വജ്ഞൻ കരണങ്ങളും മനസ്സും പ്രവർത്തിച്ചാൽ, സ്ഥൂലവും സൂക്ഷ്മവും എല്ലാം നിലനിന്നാലും അവന്റെ നില അതിനപ്പുറമാണ്. പരതഃ പരം. അക്ഷരത്തിന് പരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നുള്ളത്, ചിന്തയെത്തുന്നത് വരെ പരം എന്ന് പറയാം. പക്ഷെ പരത്തിനും പരമാണെന്ന് പറയുമ്പോൾ അജ്ഞന്റെ ചിന്തയ്ക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. അതിനെ എങ്ങനെ പറയാം? സുപ്രശാന്ത എന്നേ പറയാൻ പറ്റും. അത് പൂർണ്ണമായും പ്രശാന്തമാണ്, പൂർണ്ണമായും പ്രശാന്തമായ നിലയാണത്. ജ്ഞാനിയുടെ ആത്മനിഷ്ഠ എന്നാണ് പ്രശാന്തമാണ് എന്നർത്ഥം. അപ്പൊ കരണവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ എങ്ങനെ പ്രശാന്തമാകും? സകൃത് ജ്യോതിഹി സദൈവ ജ്യോതി ആത്മചൈതന്യ സ്വരൂപേണ്. അവൻ സ്ഥിതി ചെയ്യുന്നത് ആത്മചൈതന്യ സ്വരൂപത്തിലാണ്. അത് കഴിഞ്ഞ ദിവസം സകൃത് വിഭാതം എന്നുള്ളത് വിശദീകരിച്ചാണ്. അങ്ങനെ സദാ ആത്മചൈതന്യ സ്വരൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കാം, മനസ്സിന് ഉദയാസ്തമാനങ്ങളെല്ലാം വരാം. വന്നു കഴിഞ്ഞാലും അവൻ പ്രശാന്തനായി തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. മനസ്സ് ചലിക്കുന്നത് കൊണ്ട് ഒരു ജ്ഞാനിയുടെ ജ്ഞാനനിഷ്ഠയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടെ ജ്ഞാനനിഷ്ഠയിൽ മനസ്സ് ചലിക്കാം, അതാണ് മുഖ്യം. മനസ്സ് ചലിക്കാതിരിക്കണമെന്നില്ല. പക്ഷേ അവൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ചലനം ഇല്ലാത്തവനായി സ്ഥിതി ചെയ്യുന്നു, പ്രശാന്തനായിരിക്കുന്നു. സമാധി സമാധി നിമിത്ത പ്രജ്ഞാവഗമ്യത്വ. എന്തുകൊണ്ടാണ് അവനത് കഴിയുന്നത്? സമാധി ഹേതുവായിട്ടുള്ള പ്രജ്ഞയാൽ സ്വസ്വരൂപത്തെ അവൻ അറിഞ്ഞിരിക്കുന്നു, സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നർത്ഥം. സമാധി നിമിത്തമായ പ്രജ്ഞ
സമാധി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണ് സമാധാനം എന്നും പറഞ്ഞു. മനസ്സിന്റെ ഏകാഗ്രത, അതാണ് സമാധി. ആ മനസ്സിന്റെ ഏകാഗ്രത നിമിത്തമായിട്ടുള്ള പ്രജ്ഞ. ജീവന് സാധാരണ പ്രജ്ഞയുണ്ടത് വിക്ഷിപ്തമായ പ്രജ്ഞയാണ്. മനസ്സ് നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുന്നു. ആ പ്രജ്ഞ കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ് ഏകാഗ്രമായിരിക്കുന്ന മനസ്സ്, അതിന്റെ അഗ്രം വിഷയം ആത്മാവ് തന്നെയായിരിക്കും, ഏകമായിരിക്കും. അദ്വൈതമായിരിക്കുന്ന ആത്മാവ് ഇതിനെ തന്നെ വിഷയമാക്കുന്ന പ്രജ്ഞ, ആ പ്രജ്ഞയിലൂടെ പ്രകാശിക്കുന്നത് ആത്മസ്വരൂപമാണ്. സദൈവ ജ്യോതി, ആത്മചൈതന്യ സ്വരൂപം, ആത്മചൈതന്യ സ്വരൂപമാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനിക്കാം. രണ്ടു തരത്തിൽ ഇതിനർത്ഥം പറയാം എന്ന് ഭാഷ്യകാരൻ പറയുന്നു. സമാധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സമാധി. ആത്മനിഷ്ഠയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സമാധിരചന എന്ന് പറഞ്ഞിരിക്കുന്നത്. സമാധിരചലോ അഭയ എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ സമാധിയാണ്, അവൻ അചലനാണ്, അവൻ അഭയനാണ് എന്ന് പറയുന്നു. ഇതെല്ലാം ആത്മാവിന്റെ വിശേഷണമാണ്. ആത്മാവിനെയും പറയാം സമാധി. അതാണ് അടുത്ത് പറയുന്നത് സമാധീയതേ അസ്മിന്നിതിവ സമാധി. സമ്യക്കായി ആധാനം ചെയ്തിരിക്കുന്നു ഇതിൽ. അതുകൊണ്ട് ഇതിനെ സമാധി എന്ന് പറയുന്നു. ആത്മാവിനെ, ആത്മജ്ഞന ആത്മാവിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ഇവിടെ സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്? ആത്മാവെന്നല്ല, അവൻ സമാധിയാണ്. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് അതിൽ നിന്നും ഭിന്നമല്ല. അജ്ഞന്റെ മനസ്സുപോലെ അത് വിഷയരൂപത്തിലല്ല സ്ഥിതി ചെയ്യുന്നു. അജ്ഞന്റെ മനസ്സെപ്പോഴും വിഷയരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, നാമരൂപാത്മകമായി സ്ഥിതി ചെയ്യുന്നു, നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് മനസ്സിൽ പരിണാമം സംഭവിക്കുന്നു. അവിടെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം സംഭവിക്കുന്നു. അതാണ് അജ്ഞന്റെ മനസ്സ്. ഇവിടെ സമാധിസ്ഥന്റെ മനസ്സിലും ഇത് സംഭവിക്കുന്നു. പക്ഷെ അവന്റെ മനസ്സ് സ്വയം സമാധി തന്നെയായിരിക്കും. ഏതൊന്നിലാണോ സർവവും നിലനിൽക്കുന്നത് അത് തന്നെ സമാധി. അവന്റെ മനസ്സ് തന്നെ സ്വയം ആ സമാധിയായിരിക്കുന്നു. പറഞ്ഞല്ലോ, അത് ആത്മസ്വരൂപത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്നില്ല. അത് ആത്മസ്വരൂപമായി തന്നെ പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ ആ മനസ്സിന്റെ പാരമാർത്ഥിക ഭാവം തന്നെയാണ് ആത്മാവ്. അതടുത്ത് പറയും, യോഗത്തെ ശീലിക്കുന്നവർ മനസ്സിന് വേറെയാണ്. അന്യമായ ഒരു മനസ്സിനെ കണ്ടിട്ട് അവിടെ യോഗത്തെ അനുഷ്ഠിക്കുന്നു. ഇവിടെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്ന് അന്യമായി പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചം പോലും തന്നിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സന്യമാകും? മനസ്സന്യമല്ല, മനസ്സ് സ്വസ്വരൂപം തന്നെ. അതുകൊണ്ടിവിടെ രണ്ടു തരത്തിൽ പറയാം. ഒന്നുകിൽ ആ മനസ്സ് ആത്മാവിനെ വിഷയമാക്കിയിരിക്കുന്നു, എന്നുവെച്ചാൽ മനസ്സ് ആത്മസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറയാം. അതാണ് ആദ്യം പറഞ്ഞത്. ആത്മാവിനെ വിഷയമാക്കിയിരിക്കുന്നു, ഏകാഗ്രമായ മനസ്സിന് ആത്മാവിഷയമായിരിക്കുന്നു. ദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ, ശ്രുതി പറയും. അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു എന്ന് പറയും. പക്ഷേ മുമ്പ് പറഞ്ഞു എന്താണത്? ഗ്രഹണം, ഗ്രാഹകൻ എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സർവവുമായി നിൽക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ സമാധി. ആത്മാവിനെ സംബന്ധിച്ചുള്ള സമാധിയല്ല, ആത്മാവ് സ്വയം സമാധിയായിരിക്കുന്നു. അങ്ങനെയും പറയാം. രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ. ഒരിടത്തെന്താണോ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നില്ല,
മറ്റിടത്ത് അങ്ങനെയല്ല, ആത്മാനുഭവത്തെക്കുറിച്ച് പറയും. ആത്മാനുഭവം എന്ന് പറയുമ്പോഴും അനുഭവസ്വരൂപമായ ആത്മാവ്. അത് ത്രിപുടി രൂപത്തിലുള്ള അനുഭവമല്ല. സാധാരണ അനുഭവത്തിൽ അങ്ങനെ വേണം. അറിയുന്നവൻ, അറിയപ്പെടുന്നവൻ, അറിവ്, അങ്ങനെ മൂന്ന് വേണം. ആത്മാനുഭവം അങ്ങനെയല്ല. എന്തുകൊണ്ട്? അത് ആത്മസ്വരൂപം തന്നെ. ആത്മാനുഭവം അനുഭവസ്വരൂപം തന്നെ. കാരണം ആത്മാവ് ചിത്താണ്, സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് അതിന്റെ അനുഭവം എന്ന് പറയുന്നത് വിഷയാനുഭവം പോലെയാണ്. അതിന് ത്രിപുടിയുടെ ആവശ്യമില്ല. അതിന്റെ മറ മാറി സ്വയം പ്രകാശിക്കുന്നതാണ്. ആ രീതിയിലും പറയാം. അതുകൊണ്ട് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും, ആത്മാവ് സ്വയം അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാലും അതിന്റെ താല്പര്യം ഒന്ന് തന്നെ. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. ഇവിടെ സമാധി എന്ന് പറയുന്നത് താല്പര്യം അതാണ്. അചലഹ, അവിക്രിയ, അത് വികാരരഹിതനായി നിൽക്കുന്നു. മനസ്സിന്റെ വികാരമല്ല എന്നർത്ഥം. അപ്പോൾ വികാരരൂപത്തിലിരിക്കുന്ന ഈ മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രപ്പെടുക എന്ന് പറയുമ്പോൾ അതും മനസ്സിന്റെ വികാരമാണ്. ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ്, മനസ്സിന്റെ വൃത്തിയാണ്. പക്ഷെ ഇവിടെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സർവവും അവികാരിയായ ആത്മാവാണ്. ആത്മാവിൽ നിന്ന് അന്യമായി വികാരപ്പെടുന്ന ഒന്നുമില്ല. സർവവും നിർവികാര സ്വരൂപമാണ്. അതുകൊണ്ട് അചലൻ അവിക്രിയനായിരിക്കുന്നു. അതേവ അഭയോ വിക്രിയാഭാവ, അഭയസ്വരൂപനായിരിക്കുന്നു. ദ്വൈതമുള്ളിടത്ത് ഭേദമുണ്ട്. ഭേദമുള്ളിടത്ത് മനസ്സിന് ഭയകമ്പാദികൾ സംഭവിക്കും. ഇവിടെ അദ്വൈതത്തിൽ ദ്വൈതം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടവൻ അഭയസ്വരൂപനായിരിക്കുന്നു. അവിടെ വിക്രിയയില്ല, വികാരങ്ങളില്ല. അതുകൊണ്ട് അഭയനായിരിക്കുന്നു എന്ന് വികാര അഭാവത്തെ ഹേതുവായി പറഞ്ഞിരിക്കുന്നു. ഇതും ആത്മനിഷ്ഠന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. ആത്മനിഷ്ഠയെ ഊഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആത്മനിഷ്ഠ ശബ്ദപ്രമാണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. മറ്റൊരു പ്രമാണത്തിലൂടെയും ആത്മനിഷ്ഠയെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ശബ്ദപ്രമാണത്തെ ആശ്രയിച്ച് ശ്രുതി അനുസരിച്ച് വേണമെങ്കിൽ ഊഹിക്കാം. അതിനുവേണ്ടി ഇവിടെ പറയുകയാണ്. സർവാഭിലാപ വിഗത സർവചിന്താ സമുദ്ധിത സുപ്രശാന്ത സഹൃജ്യോതി സമാധിരചലോഭയ ഗ്രഹോ ന തത്ര നോ സർഗ ചിന്തായത്ര ന വിദ്യതേ ആത്മസംസ്ഥം തദാ ജ്ഞാനം അചാദിസമതം ഗതം യസ്മാത് ബ്രഹ്മൈവ സമാധിരചലോ അഭിയുക്തം അതോ ന തത്ര തസ്മിൻ ബ്രഹ്മണി ഗ്രഹോ ഗ്രഹണോപാദാനം ന ഉത്സർഗ ഉത്സർജനം ഹാനം വാ വിദ്യതേ. സമാധി അചലഹ അഭയാന്ന് പറയുന്നത് എന്താണ്? സമാധി ബ്രഹ്മൈവ സമാധി. ഇവിടെ ബ്രഹ്മം തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനുള്ള സമാധിയല്ല, എന്നത്തിൽ ബ്രഹ്മത്തെ കണ്ടെത്താനുള്ള സമാധിയല്ല. ഇവിടെ സമാധി എന്ന് പറയുന്നത് സ്വയം ബ്രഹ്മം തന്നെയാണ്. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന്റെ സ്വഭാവം തന്നെ സമാധാനമാണ്. അത് വിക്ഷേപരഹിതമാണ്, ശാന്തമാണ്, അചലമാണ്, അഭയമാണ്. അതുകൊണ്ട് തസ്മിൻ ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ ഗ്രഹഗ്രഹണം ഉപാദാനം ന ഉത്സർഗ ഉത്സർജനം ഹാനം വാഗ്ദി, അവിടെ ഗ്രഹണവും ത്യാഗവുമില്ല, സ്വീകരിക്കലും ഉപേക്ഷിക്കലുമില്ല എന്നാണ്.
ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ന ദ്വേഷ്ടി ന കാംക്ഷതി. ദ്വേഷിക്കുന്നില്ല, കാക്ഷിക്കുന്നില്ല. ആ ബ്രഹ്മനിഷ്ഠയിൽ അവിടെ ത്യാഗത്തിനൊന്നും പ്രസക്തിയില്ല എന്നർത്ഥം. ത്യജിക്കാനൊന്നുമില്ല, ഗ്രഹിക്കാനും ഒന്നുമില്ല. അത് ബാഹ്യമായിട്ടുമില്ല, ആന്തരികമായിട്ടുമില്ല. മനസ്സുകൊണ്ട് എന്തിനെങ്കിലും ഗ്രഹിക്കുക, മനസ്സുകൊണ്ട് എന്തിനെങ്കിലും ത്യജിക്കുക, അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ട്? തന്നിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ത്യജിക്കാൻ പറ്റും. പുറമേ ആയാലും മനസ്സുകൊണ്ടായാലും സർവവും താനായി തന്നെ ഇരിക്കെ, സർവവും തന്നോട് അഭിന്നമായിരിക്കെ എന്തിനെ ഉപേക്ഷിക്കാനാണ്? ഇല്ല. ഇപ്പൊ ത്യാഗമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരും, എന്നാൽ സ്വീകരണം ഉണ്ടായിരിക്കുമോ, ഗ്രഹിക്കേണ്ടി വരുമോ? പലരും അങ്ങനെ പറയും. ഒന്നും ത്യജിക്കാനില്ല, അതുകൊണ്ടെല്ലാം ഗ്രഹിക്കാം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഗ്രഹണത്തിനും ഉപാദാനത്തിനും അപ്പുറമുള്ള സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ലോകത്തിൽ കാണുന്ന എന്താണ്? രണ്ടു കൂട്ടരാണ്. ഒരു കൂട്ടരെല്ലാം ഗ്രഹിക്കുന്നു, ഒന്നും വിടുന്നില്ല. അവരെ നമ്മൾ ലൗകികന്മാരെന്ന് പറയും. അവരെല്ലാം പിടിക്കുന്നു, ഒന്നും അവർക്ക് വിടാൻ വയ്യ. അവരുടെ ജോലി ഉപാദാനമാണ്, സ്വീകരണമാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർ ഒരുപാട് സമ്പാദിക്കുന്നു. ഐഹികമായത് സമ്പാദിക്കുന്നു, പാരലൗകികമായി സമ്പാദിക്കുന്നു, ഭൗതികമായി സമ്പാദിക്കുന്നു, ആന്തരികമായ സംസ്കാരത്തെ സമ്പാദിക്കുന്നു. അവിടെയൊക്കെ ഉപാദാനമാണ് കാണുന്നത്. ആത്മീയവാദികൾ ഇതിന് എതിരാണ്. അവരെന്ത് ചെയ്യുന്നു? അവർ ത്യാഗം, സർവവും ത്യജിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അവർക്കിതൊന്നും വേണ്ട. ഇതിനും വലിയ മോക്ഷത്തിന് വേണ്ടി അതിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിസ്സാരമെന്ന് കരുതുന്ന ലൗകികമായ സർവത്തിനെയും ത്യജിക്കുന്നു. ഈ രണ്ട് വഴിയാണ് നമ്മൾ കാണുന്നത്. ജീവന്മാർ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അതിൽ സ്വീകരണത്തിന്റെ മാർഗത്തിലാണ് കൂടുതൽ പേര്. ത്യാഗത്തിന്റെ മാർഗത്തിൽ വളരെ കുറച്ചു പേര്. പക്ഷെ ബ്രഹ്മനിഷ്ഠൻ മാർഗത്തിലല്ല, ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു മാർഗത്തെ സ്വീകരിക്കുന്നില്ല. ത്യാഗത്തിന്റെ മാർഗത്തെയും സ്വീകരിച്ചിട്ടില്ല, ഗ്രഹണത്തിന്റെ മാർഗത്തെയും സ്വീകരിച്ചിട്ടില്ല. അതിനതീതമായ ഒരു നില എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. നമ്മളൊരാളെ ബ്രഹ്മജ്ഞാനിയെന്ന് വിലയിരുത്തുന്നത് ചിലപ്പം അയാളുടെ മാർഗത്തെ കണ്ടിട്ടായിരിക്കും. അയാൾ ത്യാഗത്തിന്റെ മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു. പറയുന്നു അയാൾ വിരക്തനാണ്, വൈരാഗിയാണ്, അയാൾ ഒന്നിന്റെയും പിറകെ പോകുന്നില്ല, സമ്പത്തിന്റെ പിറകെ പോകുന്നില്ല, യശസ്സിന്റെ പിറകെ പോകുന്നില്ല, അങ്ങനെ ഒന്നിനും പുറകെ സഞ്ചരിക്കാത്തതുകൊണ്ട് അയാളെ കുറിച്ച് നമ്മൾ പറയുന്നു അയാൾ ജ്ഞാനിയാണ്. ഒരു ജ്ഞാനിക്ക് ആത്മനിഷ്ഠന് മാത്രമേ അങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. അതൊന്നും ജ്ഞാനനിഷ്ഠയുടെ അടയാളങ്ങളല്ല. ത്യാഗത്തെ ഒരിക്കലും ഒരു നിലയായി എടുക്കാൻ പാടില്ല, അതിനൊരു ഉപായമായി സ്വീകരിക്കും. ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് അതിന് മഹത്വമുണ്ട്. ഉപായം എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് ഒരാൾക്ക് എന്തുണ്ട് എന്തില്ല എന്ന് നോക്കിയിട്ടല്ല അയാളുടെ നിലയെ മനസ്സിലാക്കേണ്ടത്. ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവൻ തന്റേതാകാം, ഈ പ്രപഞ്ചം മുഴുവൻ തന്റേതല്ലാതുമാണ്. താനത് രണ്ടിനും ഉപരിയാണ്, ഗ്രഹണത്തിനും ത്യാഗത്തിനും ഉപരിയാണ്. അതാണ് പാരമാർത്ഥികമായ നില. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ത്യാഗവും മറ്റും മാർഗത്തിന്റെ അടയാളങ്ങളാണ്. അവിടെ ലക്ഷ്യം പ്രകടമാകുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ന ഉത്സർഗ ഉത്സർജനം ഹാനം വാ വിദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബാഹ്യമായ ഒരു ചേഷ്ടയിലൂടെയും ഒരു തത്വജ്ഞനെ നമുക്ക് അളക്കാൻ കഴിയത്തില്ല. അയാളുടെ നില അതിനൊക്കെ ഉപരിയാണ്.
എത്ര ഹി വിക്രിയ തദ്വിഷയത്വം തത്ര ഹാനുപാദാനി സ്യാദാം. വികാരങ്ങളുള്ളിടത്ത് അവിടെ ഹാനുപാദാനങ്ങൾ വരാം. ആ വികാരങ്ങളുടെ വിഷയം ഉള്ളിടത്ത് ഹാനുപാദാനങ്ങൾ വരാം. വിക്രിയ തദ്വിഷയത്വം അത് സംഭവിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ അതൊക്കെ സംഭവിക്കും. ഒരാൾക്ക് ഗ്രഹിക്കണമെങ്കിലും അന്യമായ ഇതിനെക്കുറിച്ചുള്ള ബോധം വേണം. ത്യജിക്കണമെങ്കിലും അന്യമായതിനെക്കുറിച്ചുള്ള ബോധം വേണം. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയുന്നു ആധ്യാത്മിക ജീവിതത്തിൽ ഇന്നതെല്ലാം തടസ്സമാണ്, അതുകൊണ്ട് അതിനെല്ലാം ഉപേക്ഷിക്കുന്നു. ചിലർ പറയുന്നു കർമ്മം തടസ്സമാണ്, ചിലർ പറയുന്നു അറിവ് തടസ്സമാണ്, ചിലർ പറയുന്നു ലൗകികമായ ബന്ധനങ്ങൾ തടസ്സമാണ്, ചിലർക്കത് സമ്പത്തും യശസ്സും എല്ലാം തടസ്സമാണ്. അതിനെല്ലാം ഭൗതികം ലൗകികം എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? അയാൾ അവിടെയെല്ലാം വികാരങ്ങളെ കാണുന്നു. അവിടെയൊന്നും അയാൾക്ക് ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം എന്താണ്? തുര്യന്റെ ചിത്തസ്പന്ദനമാണെന്ന് പറഞ്ഞു. തുര്യന്റെ ചിത്തവിഷയങ്ങളാണിത്, മനോവിഷയങ്ങളാണ്. മനോവിഷയങ്ങളായി ഇതിനെല്ലാം കാണുമ്പോൾ ഒന്നിൽ ഇതിനെല്ലാം ഗ്രഹിക്കണമെന്ന് തോന്നും. അല്ല ആത്മീയ വാസനയാണെങ്കിൽ ഇതിനെല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നും. അതാണ് വിക്രിയാത വിഷയത്വം. വിഷയത്വം എന്ന് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ട്? ചിലതിനെ നമ്മൾ ഗ്രഹിക്കും, മറ്റു ചിലതിനെ സംബന്ധിച്ച് ഗ്രഹിക്കണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ത്യാഗത്തിനും ചിലതിനെ ത്യജിക്കും, പക്ഷെ മറ്റു ചിലതിനെ സംബന്ധിച്ച് ആഗ്രഹം മാത്രമേ കാണൂ. ത്യജിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ ത്യജിക്കാൻ കഴിയത്തില്ല. ഈ ഒരു നിലയിൽ, മനസ്സിന്റെ നിലയിൽ, ചിത്തസ്പന്ദനത്തിന്റെ നിലയിൽ, ചിത്തത്തിന്റെ വികാരവും ചിത്തത്തിന്റെ വിഷയവും, ഈ നിലയിൽ ഹാനോപാദാനേ സ്യാദാം. അവിടെ ഈ ഹാനോപാദാനങ്ങൾ ജീവന്മാരിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പല ജീവന്മാരിൽ പലതരത്തിൽ സംഭവിക്കുന്നു. ഒരുവൻ ലൗകികനായും ഒരുവൻ ആത്മീയനായും. ഒരേ ജീവനിൽ തന്നെ ഇത് എല്ലാം സംഭവിക്കുന്നു. അയാൾ ചിലപ്പോൾ ഭൗതികനായും ചിലപ്പോൾ ആത്മീയ ഭാവത്തിലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും പരമാർത്ഥമല്ല. ദ്വയമിഹ ബ്രഹ്മണി സംഭവതി. ഇവിടെ തത്വജ്ഞൻ ആത്മസ്വരൂപം തന്നെ, അവനിൽ അതൊന്നും സംഭവിക്കുന്നില്ല. എന്ന കാംക്ഷതി ഇവിടെ പറഞ്ഞു. അന്യമായ ഒന്നിനെ അവൻ അനുകൂലമായി കാണുന്നില്ല. അന്യമായ ഒന്നിനെ അനുകൂലമായി കണ്ടാൽ അത് ആഗ്രഹിക്കും. അന്യമായ ഒന്നിനെ അവൻ പ്രതികൂലമായും കാണുന്നില്ല. അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവനതിനെ വിദ്വേഷിക്കും, ത്യജിക്കാൻ ആഗ്രഹിക്കും. വിദ്വേഷം കൂടാതെ ത്യാഗം സാധ്യമല്ല. ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം ദ്വേഷിക്കണം, അല്ലാതെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. സ്വീകരിക്കണമെങ്കിൽ ആദ്യം അതിനെ കാക്ഷിക്കണം, കാക്ഷിക്കാതെ സ്വീകരിക്കാൻ സാധ്യമല്ല. തദ്വയം ഇഹ ബ്രഹ്മണി സംഭവതി. ആത്മജ്ഞനെ കുറിച്ച് പറയുന്നു, അവനിലൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം ചിത്തവികാരങ്ങളാണ്, ചിത്തസ്പന്ദനമാണ് എന്നറിയുന്നവനിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളോട് അവന് താതാത്മ്യമില്ല. വികാരങ്ങൾ അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഒന്നും അവന്റേതല്ല എന്നർത്ഥം. സർവത്തെയും അവൻ തന്നിൽ അനന്യമായി കാണുന്നു. താൻ തന്റേതെന്നുള്ള ഭേദം കൂടാതെ കാണുന്നു. അതാണ് അനന്യമായി കാണുന്നത്. അതുകൊണ്ട് ബ്രഹ്മണിന സംഭവതി, അവനിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. തത്വജ്ഞനിൽ സർവവും അനന്യമായി കാണുകയാണെങ്കിൽ വ്യവഹാരം എങ്ങനെ സംഭവിക്കും? ചിലർ ചോദിക്കും. അന്യഭാവം കൂടാതെ താൻ ആത്മനിഷ്ഠനാണ്, ഇവിടെ പറഞ്ഞ ശാന്തനാണ്, മുക്തനാണ്,
സർവത്തെയും അപ്പോൾ താൻ മുക്തനായി തന്നെ കാണും. ബന്ധനസ്ഥനായ ശിഷ്യനോട് എങ്ങനെ ഉപദേശിക്കും? അതിന് തത്വജ്ഞൻ അഭേദമായി കാണും. തത്വജ്ഞന്റെ അന്യത്വബോധം എങ്ങനെയാണ്? അത് തന്നിൽ സത്തിൽ കൽപ്പിതമായ രീതിയിൽ, കൽപ്പിതമായ രീതിയിൽ എന്തും അന്യമാകാം. കൽപ്പിതമായ രീതിയിൽ അന്യമാകുന്നതുകൊണ്ട് അവിടെ ദ്വൈതം സംഭവിക്കുന്നില്ല. മരുമരീചികയിൽ ജലഭ്രാന്തി ഉള്ളതുകൊണ്ട് അവിടെ ജലം സംഭവിക്കുന്നു. ആ ജലം കൊണ്ട് ഊഷരഭൂമിക്ക് ഈർപ്പം സംഭവിക്കുന്നില്ല. ആ ജലം കൊണ്ട് കാണുന്നവൻ അവന്റെ ദാഹം അകറ്റുന്നവൻ. അത് അവനെ സംബന്ധിച്ച് എന്താണ്? ആ ജലം നിഷ്പ്രയോജനമാണ്. അതിനെ കാക്ഷിച്ചിട്ട് കാര്യമില്ല, ദേഷിച്ചിട്ടും കാര്യമില്ല. അതിനെ കാക്ഷിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? അതിന്റെ സത്യം മനസ്സിലാക്കിയവൻ. ദേഷിച്ചിട്ടെന്താ പ്രയോജനം? സത്യത്തെ ഗ്രഹിക്കുന്നവൻ അതുകൊണ്ട് രണ്ടും പ്രയോജനമില്ല. എന്നാൽ അവൻ ആ ജലത്തെ കാണുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാണുന്നു? തന്നിൽ ആരോപിതമായി. പറയുന്ന ഇതിന്റെ മനസ്സിന്റെ കൽപ്പനയാണ്. ചിത്തവികാരമാണല്ലെങ്കിൽ ചിത്തത്തിന്റെ വിഷയമാണെന്ന് കാണുന്നു. കൽപ്പിതമായി ആരോപിതമായി കാണുന്നതുകൊണ്ട് സത്യമായി കാണുന്നതിൻ്റെതായ യാതൊരു പരിണാമങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. സത്യമായി കണ്ടാൽ വരുന്ന എന്താണ്? ജലം സത്യമായി കാണുന്നു. അജ്ഞനാണ് അവൻ കാണുന്നത്. അവൻ അതുകൊണ്ട് അവന്റെ പിപാസ, നിവൃത്തി പോലെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ദാഹശമനം പോലെയുള്ള കാര്യങ്ങൾ വ്യാവഹാരികമായി സത്യമായി തന്നെ സംഭവിക്കുന്നു. ആരോപിതമായി കാണുന്നവനോ ഇതൊന്നും സംഭവിക്കുന്നില്ല. അവനിൽ കാംക്ഷ, ദ്വേഷങ്ങളൊന്നുമില്ല. അതുപോലെ ഗ്രഹണത്യാഗങ്ങളൊന്നും ബ്രഹ്മനിഷ്ഠനിൽ സംഭവിക്കുന്നില്ല, ആത്മജ്ഞനിൽ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അവനതിനെ അന്യമായി കാണുന്നുവെങ്കിൽ ആരോപിതമായി കാണുന്നു, അല്ലെങ്കിൽ അഭേദമായി കാണുന്നു. അഭേദമായി കാണുമ്പോൾ സർവവും പാരമാർത്ഥികമായി കാണുന്നു, സർവവും സത്യമായി തന്നെ കാണുന്നു, സർവത്തെയും താനായി തന്നെ കാണുന്നു. രണ്ടായാലും ശരി, തദ്വയമിഹ ബ്രഹ്മണി ന സംഭവതി. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന തന്നിൽ ഗ്രാഹ്യ ത്യാജ്യങ്ങളൊന്നും കാണുന്നില്ല. വികാരഹേതോർ അന്യസ്യ അഭാവ നിരവയവത്വാച്ച്. അവനെ സംബന്ധിച്ച് വികാരഹേതുക്കളായ അന്യങ്ങളൊന്നുമില്ല. ഏകവും അദ്വൈതവുമായ പരമാർത്ഥ സത്യമാണ് താൻ എന്ന് ബോധിച്ചിരിക്കുമ്പോൾ ആ സത്യത്തിൽ, അദ്വൈതത്തിൽ അന്യം എങ്ങനെ സംഭവിക്കും? അന്യമില്ലാതെ എങ്ങനെ അവനിൽ വാസ്തവമായ വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും? അല്ലെങ്കിൽ അവനെ ബന്ധിക്കത്തക്ക വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ കൽപ്പിതമായതെന്ത് സംഭവിക്കും? മരുമരീചയിൽ ജലത്തിന്റെ ഓളം വെട്ടാം, തരംഗങ്ങളുണ്ടാകാം. അതൊന്നും അവന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. സത്യത്തെ ബോധിച്ചവൻ അവനൊരിക്കലും അതിലിറങ്ങി നീന്തി തുടിക്കണമെന്നൊന്നും ആഗ്രഹം തോന്നത്തില്ല. ആ ജലം കുടിച്ച ദാഹം ശമിപ്പിക്കാമെന്നും തോന്നുന്നില്ല. വികാരഹേതോർ അന്യസ്യ അഭാവ. അവിടെ വികാരഹേതുവായ അന്യമില്ല. അജ്ഞൻ ജലം കാണുന്നിടത്ത് അങ്ങനെയല്ല, വികാരഹേതുവായ അന്യമുണ്ട്. നിരവയവത്വാച്ച. അവിടെ എന്താണ്? താൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ അറിയുന്നു കേവലം ആ മരുഭൂമി മാത്രമേ ഉള്ളൂ. അവിടെ കാണുന്ന മറ്റു വികാരങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ താൻ നിരവയവനാണ്, തന്നിൽ വികാരങ്ങളില്ല എന്നവൻ ബോധിക്കുന്നു. അതോ നത്ര ഹാനോപാദാനേ സംഭവത. അവിടെ ഹാനോപാദാനങ്ങളില്ല എന്നർത്ഥം. അത് ഒന്നുകൂടി കടന്നു പറയുന്നു. എന്താണ്? ചിന്ത യത്ന വിദ്യതേ. അവിടെ ചിന്തയില്ല എന്ന് പറയുന്നു. ചിന്തയില്ലാതിരിക്കുക എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ചിന്തിക്കാതെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഇവിടെ എന്താണ്? ഇവിടെ ഗുരു സംസാരിക്കുകയാണ്, നമ്മളെ ബോധിപ്പിക്കുകയാണ്. ചിന്ത യത്ന വിദ്യത. ഇതിലൊരു വൈരുദ്ധ്യമില്ല. ചിന്തിക്കാതെ പറയാൻ എങ്ങനെ കഴിയും?
ചിന്തിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്നില്ല എന്നിങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ട് ചിലർ കരുതുന്ന എന്താണ്, ചിന്ത യത്ന വിദ്യത എന്ന് പറയുന്നത് ഏതോ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ആ അനുഭവം എന്ന് പറയുന്നത് ചിന്തയെല്ലാം നിരോധിച്ചിരിക്കുന്ന സമാധിയെക്കുറിച്ചാണ് പറയുന്നത്. ചിന്തയില്ലാതിരിക്കുന്നതിന് സമാധി വേണമെന്നില്ല, ഉറക്കം മതി. ഉറക്കത്തിനും ചിന്തയില്ല. ആർക്കും പറയാം ചിന്ത യത്ന വിദ്യത, അവിടെ ചിന്തയില്ല. അതിന് കഷ്ടപ്പെട്ട് സമാധി വരെ പോകേണ്ട കാര്യമില്ല. ഇവിടെ ആത്മനിഷ്ഠന്റെ നിലയിൽ പറയുകയാണ് അവിടെ ചിന്തയില്ല. നേരത്തെ പറഞ്ഞല്ലോ സുപ്രശാന്ത സകൃജ്യോതി. സുപ്രശാന്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അവിടെ ചിന്തയില്ല. ആത്മജ്ഞനും ചിന്തയില്ല. അപ്പൊ പിന്നെ ആത്മജ്ഞന്റെ വാക്കുകളും വികാരങ്ങളും ഒക്കെയോ അത് ചിന്തയില്ലായ്മയിലുള്ള ചിന്തകളാണ്, അത് ഫലത്തിലില്ലാത്തവയാണ് എന്നർത്ഥം. എങ്ങനെ? ആഭരണങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ ആഭരണങ്ങൾ നിലനിൽക്കുന്നത് പോലെ, മൃത്തിൽ പാത്രങ്ങളില്ലാതിരിക്കെ തന്നെ പാത്രങ്ങൾ നിലനിൽക്കുന്നത് പോലെ, അവിടെ നമുക്ക് രണ്ടും പറയാം. മൃത്തായി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മൃത്ത് മാത്രമേ ഉള്ളൂ, ഇല്ല തന്നെ. അതിൽ നിന്ന് വേറിട്ടൊരാൾ കാണുകയാണെങ്കിലും അയാളെ സംബന്ധിച്ച് അവിടെ പാത്രങ്ങളുണ്ട്, ആഭരണങ്ങളുമുണ്ട്. പക്ഷെ ആഭരണങ്ങളില്ലാത്ത ഒരു നിലയുണ്ട്. ആർക്കാണ്? സുവർണത്തിന്. അതിന് ആഭരണങ്ങളില്ലാത്ത ഒരു നിലയുണ്ട്. മൃത്തിനുണ്ട് വികാരങ്ങളില്ലാത്ത ഒരു നില. വികാരപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുമ്പോഴും മൃത്തിന് സ്വയം ബോധമുണ്ട്. എന്താണ്? അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ മൃത്തിന് പറയാം മൃത്ത് മാത്രമേ ഇവിടെയുള്ളൂ, രണ്ടാമതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്താ അവിടെ ഉള്ളത്? നാമരൂപങ്ങൾ. അത് ആരോപിതമാണ്, കല്പിതമാണ്. അപ്പോൾ ഇവിടെ ചിന്ത ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പരമാർത്ഥത്തിൽ അവിടെയില്ല. കല്പിതമായി ആരോപിതമായി എന്തുകൊണ്ടാകാം? അത് ഒരു വസ്തുവിന്റെ ഉണ്മയ്ക്ക് ഹേതുവല്ല. അതുകൊണ്ടൊരു വസ്തുവിന് വാസ്തവത്തിലുള്ള ഉണ്മ ലഭിക്കുന്നില്ല. കല്പിതമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വാസ്തവത്തിലുള്ള ഉണ്മയില്ലാത്തതെന്നാണ്. അപ്പോൾ ഇവിടെ തത്വജ്ഞൻ ശിഷ്യോപദേശം ചെയ്യുന്നു, ഗ്രന്ഥരചന ചെയ്യുന്നു, ധർമ്മസംഗ്രഹ പ്രവൃത്തി ചെയ്യുന്നു, മഠത്തെ സ്ഥാപിക്കുന്നു. ഇത്തരം സർവ്വവ്യവഹാരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവനിൽ വ്യവഹാരങ്ങളൊന്നും തന്നെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചിന്തയും പരമാർത്ഥത്തിലില്ല. അതുകൊണ്ട് പറയുന്നു ചിന്ത യത്ന വിദ്യതേ സർവപ്രകാരേ ഏവ ചിന്താന സംഭവതി. ഒരു തരത്തിലും അവിടെ ചിന്ത സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരമാർത്ഥ ചിന്തയ്ക്ക് അവിടെ ഇടമില്ല എന്നർത്ഥം. ആത്മാവിനെ കുറിച്ച് പറയുന്ന ചിന്ത അത് സത്യമായിക്കൂടെ? കാരണം ആത്മാവ് സത്യമാണ്. അസത്യമായ ജഗത്തിൽ അസത്യമായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അസത്യമാകാം. പക്ഷെ പരമാർത്ഥമായ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകളോ പറയുന്നു പരമാർത്ഥം ആത്മാവ് മാത്രം. ആത്മാവിനെ കുറിച്ചൊന്നും പരമാർത്ഥമായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് സത്യത്തെ സംബന്ധിച്ചായാലും അസത്യത്തെ സംബന്ധിച്ചായാലും അവിടെ ചിന്ത നിലനിൽക്കുന്നില്ല. എത്ര അമനസ്ത്വാ, അമനസ്തും അത് നമ്മൾ വിശദീകരിച്ചതാണ്. അമനീഭാവം, അമനീഭാവത്തിൽ എങ്ങനെ ചിന്ത നിലനിൽക്കും? അജ്ഞന്റെ മനസ്സുപോലെ. അജ്ഞന്റെ ഉള്ളിൽ ചിന്ത നിലനിൽക്കുന്നു. ആ ചിന്ത കൊണ്ട് അവൻ ദുഃഖിക്കുന്നു. ആ ചിന്ത അവനെ സംബന്ധിച്ച് അത് വികാരമാണ്. ആ വികാരം കൊണ്ട് അവന്റെ അന്ധകരണം വിക്ഷുബ്ധമാകുന്നു. ഇതൊക്കെ അജ്ഞനെ സംബന്ധിച്ച് സംഭവിക്കും. പക്ഷേ എത്ര അമനസ്ത്വം, ഇവിടെ പറയുന്നു അവിടെ അമനസ്ത്വമാണ്. അവിടെ ചിന്തയേയില്ല, വികാരങ്ങളേയില്ല. അത് മൃത്തുപോലെയും സ്വർണം പോലെയും സ്ഥിതി ചെയ്യുന്നു. അവിടെ എങ്ങനെ ആ സ്ഥാനത്ത് വികാരങ്ങൾ നിലനിൽക്കും?
അങ്ങനെ ചിന്തയില്ലാത്തടത്ത് കുതഹത്തത്ര ഹാനോപാദാനി, അവിടെ ഹാനോപാദാനങ്ങൾ എങ്ങനെ സംഭവിക്കും? അതിലുണ്ട് സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഉപായങ്ങളെ ഒന്നും ഉപേയമായി കരുതാൻ പാടില്ല. മാർഗത്തെ ഒന്നും ഒരിക്കലും ലക്ഷ്യമായി കരുതരുത്. പരമാർത്ഥ നില ഒരിക്കലും അതിന്റെ ആ നിലയെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളല്ല. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ചിന്തയില്ലാതിരിക്കെ ചിന്ത ഉണ്ടാകാം, അതിന് ദോഷമില്ല. അത് പരമാർത്ഥമാകില്ലെന്നേ ഉള്ളൂ. കാൽപ്പനികമായി ആരോപിതമായി ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കാമെങ്കിൽ പിന്നെ ചിന്തയ്ക്കെന്താ നിലനിൽക്കാൻ വയ്യാത്തത്? അജാതി ജാതിവർജം ജനിവർജിതം, ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ചിന്ത വരണം, ഗ്രഹണം വരണം, ത്യാഗം വരണം. ഇതെല്ലാം വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ജന്മം സംഭവിക്കണം, അഹംബുദ്ധി ജനിക്കണം, മനസ്സിന്റെ ജന്മം ഉണ്ടാകണം, പ്രപഞ്ചത്തിന്റെ ജന്മം ഉണ്ടാകണം. തത്വജ്ഞൻ അജാതിയാണ്, ജനിവർജിതനാണ്. ജനി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നു വരുന്ന വികാരങ്ങളൊന്നുമില്ല. ജന്മാദി ഷഡ്ഭാവ വികാരങ്ങളും അവിടെയില്ല. സമതാംഗതം പരം സാമ്യം ആപന്നം ഭവതി. അതിനെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. എന്താണ്? അവൻ സമതയെ പ്രാപിച്ചിരിക്കുന്നു, ഏകത്വത്തെ പ്രാപിച്ചിരിക്കുന്നു, പരം സാമ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. സമത ശാന്തി എന്നെല്ലാം പറയുമ്പോൾ സാധാരണ മനസ്സിനും അതൊക്കെ വരാം. ഏത് മനസ്സിനും അത് വന്നേ കൂടും. നമ്മൾ ഒരു മനസ്സ് അശാന്തമാണെന്ന് പറയുമ്പോഴും അവിടെ ശാന്തി കടന്നു വരും. കാരണം പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്, പഞ്ചഭൂതങ്ങൾ ദ്വന്ദ്വാത്മകമാണ്, പഞ്ചഭൂത കാര്യമാണ് മനസ്സ്. മനസ്സിന് ഒരേ തരത്തിലിരിക്കാൻ പറ്റത്തില്ല. അത് ശാന്തമായാൽ അത് അശാന്തവുമാകും, അശാന്തമായാൽ അത് ശാന്തവുമാകും. അതിന്റെ ദൈർഘ്യത്തെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ കരുതുകയാണ് എന്താണ്? നമ്മുടെ മനസ്സിനെ എപ്പോഴും സമത്വത്തിൽ നിർത്താം, എപ്പോഴും ശാന്തിയിൽ നിർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമാണ്. എന്തുകൊണ്ട്? ശാന്തി എങ്ങനെയാണോ മനസ്സിന്റെ സ്വഭാവമായിരിക്കുന്നത് അതുപോലെ അശാന്തിയും മനസ്സിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ട്? സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ സൃഷ്ടിയാണ് മനസ്സെന്ന് പറയുന്നത്. അത് സാത്വിക ഭാവത്തിലേക്ക് പോയാൽ സമതയെ പ്രാപിക്കും, രജോ ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അസ്വസ്ഥയെ പ്രാപിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സിനെ ഒരു യോഗിക്കും സമത്വത്തിൽ നിലനിർത്താൻ പറ്റത്തില്ല. സാധാരണക്കാരന്റെ കാര്യം പോട്ടെ, അങ്ങേയറ്റം യോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാധിയിൽ കൊണ്ടുവന്ന് മനസ്സിനെ ബലാത്കാരമായി പിടിച്ചു നിർത്തുക. പക്ഷേ സമാധി വിട്ടാലോ അത് വിക്ഷിപ്തമാകും. അത് പിന്നെ അശാന്തിയിലേക്ക് വരുന്നു. അതുകൊണ്ട് ആ ശാന്തി സാമ്യം എന്ന് പറയുന്നത് ഭൗതികമായ ഒന്നിനും സാധ്യമല്ല, മനസ്സിന് സാധ്യമല്ല. എന്നാലും മനസ്സ് കൂടുതൽ അശാന്തമാകുമ്പോൾ നമ്മൾ മനസ്സിന്റെ ശാന്തി ആഗ്രഹിക്കുന്നു, അതിനുള്ള ഉപായങ്ങളെ അന്വേഷിക്കുന്നു. അതിലൂടെ നമ്മൾ കുറേയൊക്കെ മനസ്സിന്റെ ശാന്തിയെ കൈവരിക്കുന്നു. പക്ഷേ അശാന്തി മനസ്സിന്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിവ് ആണ് വാസ്തവത്തിൽ മനസ്സിന് ശാന്തി കൊടുക്കുന്നത്. അല്ലാതെ അശാന്തിയെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളല്ല. അശാന്തിയെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് വാസ്തവത്തിൽ മനസ്സിനെ കൂടുതൽ അശാന്തമാക്കുന്നത്. അതൊരു വാസ്തവമാണ്. യോഗ പഠിപ്പിക്കുന്ന സാറും യോഗ പഠിക്കുന്ന കുട്ടിയും അശാന്തരാണ്. രണ്ടുപേരും പറയുന്ന ശാന്തിയെക്കുറിച്ചാണ്. രണ്ടുപേർക്കും അറിയത്തില്ല എന്താ ഈ ശാന്തി എന്നുള്ള കാര്യം.
അറിയാത്തതുകൊണ്ടാണിത് പഠിപ്പിക്കുന്നത്, അറിയാത്തതുകൊണ്ടാണിത് പഠിക്കുന്നത്. അത് സാധ്യമല്ല. അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നവർ പറയട്ടെ, എഴുന്നേറ്റ് എന്ന്, എന്റെ മനസ്സ് ശാന്തമാണ്, ഒരു സ്വർണ്ണ മെഡൽ കൊടുക്കാം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ. ആത്മാർത്ഥമായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ മനസ്സ് ശാന്തമാണെന്ന്. എന്തുകൊണ്ട്? മനസ്സ് ഭൗതികമാണ്, അതൊരിക്കലും ശാന്തമാകത്തില്ല. മനസ്സുള്ളിടത്തോളം കാലം ശാന്തമാകത്തില്ല. അടുത്ത് പറയും ഭാഷ്യകാരൻ, മനസ്സിനെ അന്യമായി കണ്ടുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നവനാണ് യോഗി. അതൊരിക്കലും ശാന്തമാകത്തില്ല. അങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? അഗ്നിക്ക് അതിന്റെ സ്വഭാവമായ ഉഷ്ണത്തെ വെടിയേണ്ടി വരും, ജലത്തിന് അതിന്റെ സ്വഭാവത്തെ വെടിയേണ്ടി വരും, ഭൂമിക്ക് അതിന്റെ സ്വഭാവത്തെ വെടിയേണ്ടി വരും, ആകാശത്തിനും വായുവിനുമെല്ലാം അതാത് സ്വഭാവങ്ങളെ വെടിയേണ്ടി വരും. അത് വെടിഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതാകും. അത് നിലനിൽക്കുകയെ അതിന്റെ സ്വഭാവത്തെ വെടിയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് ഭൗതികമാണ്, ഭൗതികമായ എല്ലാം ദ്വന്ദ്വാത്മകമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ശാന്തമാക്കാൻ, പൂർണ്ണമായി ശാന്തമാക്കാൻ സാധ്യമല്ല. കുറേയൊക്കെ ശാന്തമാക്കാം, അത് കുറേയൊക്കെ അശാന്തമായുമേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പറയുന്നു? അത്തരം ഒരു ശാന്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. നമ്മൾ സാധാരണ പറയുന്ന മനഃശാന്തിയെക്കുറിച്ചാണ്. പിന്നെയോ പരം സാമ്യം, ആ പരമമായ ശാന്തി, അത് സംഭവിക്കും. അത് പരമമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ അത് ശാന്തമാകും. മനസ്സിന്റെ സ്വരൂപത്തിൽ അതിന് ശാന്തമാകാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ തുര്യന് തന്നെ സ്പന്ദിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ തുര്യന്റെ പറയുന്നുണ്ടല്ലോ, ഈ തുര്യന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചം, ഈ കോലാഹലം, ഈ സംസാരം. എല്ലാവരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തുര്യന് സ്പന്ദിക്കാതിരുന്നാൽ പോരെ? ഈ സംസാരമില്ലല്ലോ, ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള ചിന്തയ്ക്ക് പിന്നെ അവസരം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. എന്തിനു ഈ തുര്യൻ സ്പന്ദിച്ചു? എന്തിനു പിന്നീട് ആ സ്പന്ദതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു? ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ രണ്ട് തലത്തിൽ, ഈ ചോദ്യങ്ങളുടെ തലത്തിൽ ഇവൻ സ്പന്ദനം ഒഴിഞ്ഞവനൊരു നിലയിൽ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെ അസ്പന്ദമാക്കാൻ സാധ്യമല്ല, മനസ്സിനെ ശാന്തമാക്കാൻ സാധ്യമല്ല. ചോദിക്കും, എന്തെങ്കിലും പുതിയ തിയറി പറയുകയാണോ? അല്ല, ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന കാര്യമാണ്. എന്താണോ ഈ പരമമായ സാമ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അസ്പന്ദമായത് അവന്റെ തനതായ നിലയാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ചുകെട്ടുന്ന നിലയല്ല. അതുകൊണ്ടാണ് യോഗിക്ക് ഒരിക്കലും ശാന്തി പ്രാപിക്കാൻ കഴിയാത്തത്. അസ്പന്ദമായ നില എന്ന് പറയുന്ന ആത്മനിഷ്ഠ, അതാണ് പരമമായ ശാന്തി. ആ പരമമായ ശാന്തി അതവന്റെ സ്വരൂപ നിലയാണ്. അവിടെ എന്തുകൊണ്ടാ പരമമായ ശാന്തി പ്രാപിക്കുന്നു? അവിടെ അവനിൽ നിന്ന് അന്യമായി മനസ്സില്ല. അതുകൊണ്ട് മനസ്സുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അശാന്തമാവും, പിന്നെ അതിനെ ശാന്തമാക്കാൻ പറ്റത്തില്ല. അന്യമായ മനസ്സില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് സദാശാന്തം തന്നെ, പരമമായ ശാന്തിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ പരമമായ ശാന്തി സ്ഥിതി ചെയ്യുന്ന മനസ്സ് ചലിക്കുന്നത് അശാന്തിയല്ല, മറിച്ചാണെങ്കിൽ മനസ്സിന്റെ ചലനം അശാന്തിയാണ്. യഥാതോ പ്രതിജ്ഞാതം അതോ പക്ഷാമി അകാർപ്പണ്യം അജാതിം സമതാംഗതം ഇതീതം തത് ഉപപത്തിത ശാസ്ത്രദശ്ച ഉക്തം ഉപസംഹീതി. പറയുന്നതെല്ലാം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പരമാർത്ഥം. പക്ഷെ മുമ്പ് പറഞ്ഞത് ഇതെല്ലാം ആത്മാവിന്റെ സ്വരൂപം എന്നുള്ള നിലയ്ക്കാണ്. ഇവിടെ ഇപ്പൊ പറയുന്നതെല്ലാം ആത്മനിഷ്ഠന്റെ നിലയുള്ള നില എന്നുള്ള നിലയ്ക്കാണ്. എന്നുവെച്ചാൽ രണ്ടിനും യോജിപ്പിക്കുകയാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്തും ബ്രഹ്മവും ഇവിടെ രണ്ടില്ല. ആദ്യം ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് ബ്രഹ്മവിത്തിനെ കുറിച്ച് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെ.
അത് വീണ്ടും ശാസ്ത്രത്തിലൂടെ യുക്തിയിലൂടെ അതിനെ പറഞ്ഞ് ഉപസംഹരിക്കുന്നു എന്നർത്ഥം. അജാതി സമുദാംഗതം ഇത്യേതസ്മാത് ആത്മസത്യാനുബോധാ കാർപ്പണ്യ വിഷയം അന്യത്. ഇവിടെ പറഞ്ഞു അജാതി സമതാംഗതം എന്ന് പറഞ്ഞു. പരമമായ സമത്വത്തെക്കുറിച്ച് പറഞ്ഞു, ആത്മനിഷ്ഠയാകുന്ന സമത്വത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ആത്മജ്ഞാനിയുടെ സമത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് എന്താണ്? ഏതസ്മാത് ആത്മസത്യാനുബോധ, ഇതാണ് ആത്മസത്യ സാക്ഷാത്കാരം, ആത്മാനുഭവം എന്നെല്ലാം പറഞ്ഞു. ഇതിൽ നിന്ന് അന്യമാണ് കാർപ്പണ്യം എന്ന് പറയുന്നത്. കാർപ്പണ്യം എന്ന് പറയുന്നത് ആത്മബോധമില്ലാതിരിക്കുന്ന അവസ്ഥ. ആത്മബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന എല്ലാ സാധനകളും എല്ലാ സാധ്യങ്ങളും അതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് കാർപ്പണ്യം. അത് മറ്റൊന്നാണെന്ന് പറയും. നമ്മുടെ മറ്റഭ്യാസങ്ങൾ അതെല്ലാം കാർപ്പണ്യങ്ങളാണ്. ശ്രുതിയിൽ വേറെടുത്ത് പറയുന്നു യോവ ഏതദക്ഷരം ഗാർഗി അവിദിത്വ അസ്മാൻ ലോകാത് പ്രൈതി സ കൃപണഃ. അല്ലയോ ഗാർഗി, ഈ തത്വത്തെ അറിയാതെ ഈ ശരീരത്തെ വിട്ടുപോകേണ്ടി വരുന്നവൻ അവനാണ് കൃപണൻ. ആ തത്വത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് കൃപണൻ. ഇവിടെ തത്വത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ചെയ്തതിനു ശേഷം ആ തത്വത്തെ അല്ലെങ്കിൽ പരമാർത്ഥത്തെ ബോധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ പരമാർത്ഥമെന്ന് കരുതി അപരമാർത്ഥമായതിനെ ബോധിക്കുന്ന അവസ്ഥ, അസത്യത്തെ സത്യമെന്ന് ബോധിക്കുന്ന അവസ്ഥ, ഇതാണ് കാർപ്പണ്യം. ഈ ആത്മനിഷ്ഠ ഒഴികെയുള്ള എല്ലാം കാർപ്പണ്യമാണ്. ഏത് വലിയ ത്യാഗമായാലും ശരി, ഏത് വലിയ യോഗമായാലും ശരി. പ്രാപ്യേത സർവ കൃതകൃത്യോ ബ്രാഹ്മണോ ഭവതി ഇത്യഭിപ്രായ. ഏതത് പ്രാപ്യ പറയുന്നു, ഈ പറഞ്ഞ ഈ അനുഭവം, ആത്മനിഷ്ഠ ആത്മാനുഭവം എന്ന് പറഞ്ഞല്ലോ, ഇതിനെ പ്രാപിച്ചിട്ട് ഇതിനെ പ്രാപിക്കുന്നവൻ കൃതകൃത്യനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും അവൻ കൃതകൃത്യനായിരിക്കുന്നു. ചെയ്യേണ്ടതല്ല അവൻ ചെയ്യുന്നത്, ചെയ്യാൻ പാടില്ലാത്തതല്ല അവൻ ചെയ്യുന്നത്, അതാണ് കൃതകൃത്യത. ബ്രാഹ്മണനായിത്തീരുന്നു. ആ കൃതകൃത്യതയെ പ്രാപിച്ചവനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണത്വം, ബ്രഹ്മനിഷ്ഠയെ അവൻ പ്രാപിച്ചിരിക്കുന്നു. ഏത് സർവ കൃതകൃത്യ ബ്രാഹ്മണോ ഭവതി ഇത്യഭിപ്രായ. അതാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ ബ്രഹ്മനിഷ്ഠ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മസ്വരൂപത്തിലുള്ള സ്ഥിതി, ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മനിർവൃതി, ബ്രഹ്മനിർവാണം ഒരു ചെറിയ ഗീതയിൽ പറഞ്ഞു. ആ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നതെന്നാണ്. ഗ്രഹോ നത്ര നോ സർഗ ചിന്തയത്ര ന വിദ്യത്തെ ആത്മസംസ്ഥം തദാ ജ്ഞാനം അജാതിസമതാം ഗതം അസ്പർശയോഗോ വൈ നാമ ദുർദർശ സർവയോഗിഭിഃ യോഗിനോ ബിഭ്യതി ഹ്യസ്മാദ് അഭയഭയദർശിന. യദ്യപീദം ഇത്തം പരമാർത്ഥതത്വം തഥാപി തസ്മിൻ കേചിത് മുഹ്യന്തി ഇത്യാഹ. പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ അതിനെ വിശദീകരിക്കാനുള്ളൂ. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിലൂടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളെ കൊണ്ട്. ഇത് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയും വ്യക്തമായി ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു, വ്യക്തമായി അത് ബോധിക്കാൻ കഴിയുന്നു. എന്നാലും കേചിത് മുഹ്യന്തി, പലർക്കും ഇനിയും ഈ വിഷയത്തിൽ മോഹമാണ്, ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല.
ഇതിനെക്കുറിച്ച് അവസാനം പറയാമെന്നുള്ള എന്താണ്, ആത്യന്തികമായി പറയാമെന്നുള്ളത് അസ്പർശയോഗവും നാമായം. ഇതിനെ അസ്പർശയോഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്, നിരവധി യോഗങ്ങളുണ്ട്. ഓരോ മാർഗവും ഓരോ യോഗമാണ്. കർമ്മയോഗം, തന്ത്രയോഗം, മന്ത്രയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെ പല യോഗങ്ങളുണ്ട്. ഒരു ജീവന് ഒരു യോഗം എന്നുള്ള കണക്കിൽ യോഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ആചാര്യൻ നമ്മോട് പറഞ്ഞു തരുന്നത് അസ്പർശയോഗത്തെക്കുറിച്ചാണ്. അതാണ് അസ്പർശയോഗവും നാമായം. ഇതിനെ അസ്പർശയോഗം എന്നുള്ള പേരിട്ട് വിളിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണത്? സർവസംബന്ധാഖ്യ സ്പർശവർജിതത്വ. സർവസംബന്ധ, അതിനാണ് ഇവിടെ സ്പർശം എന്ന് പറയുന്നത്. ആത്മനിഷ്ഠൻ തന്റെ സ്വരൂപസ്ഥിതിയിൽ സർവ സ്പർശങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ തന്റെ സ്വരൂപനിലയെ സ്പർശിക്കുന്നില്ല എന്നർത്ഥം. പ്രാപഞ്ചികമായ ഒന്നിനും അതിനെ സ്പർശിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ പ്രാപഞ്ചികമായ എന്തെല്ലാം നമ്മൾ ഒരു ആത്മജ്ഞാനിയിൽ കണ്ടാലും അതെല്ലാം കേവലം കാണുന്നവന്റെ ആരോപിതമാണ്, കൽപ്പനകളാണെന്നർത്ഥം. അവനിൽ ഒന്നും നിലനിൽക്കുന്നില്ല, അവനെ ഒന്നും സ്പർശിക്കുന്നില്ല. സ്പർശവർജിതത്വ അസ്പർശയോഗം എന്ന് പറയുന്നത്. ആ അസ്പർശത എന്ന് പറയുന്നത് ആത്മജ്ഞാനിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. പരമാർത്ഥത്തിൽ തന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള ആസ്പർശബോധം, ആ ബോധത്തിൽ ഉണർന്നിരിക്കുന്നവനാണ് തത്വജ്ഞൻ. അതുകൊണ്ട് അതിന് അസ്പർശയോഗം ഇതുവരെ വിശദീകരിച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതെന്താണ്? ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം ഒരുവനെ ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. സർവജീവന്മാരെയും പ്രപഞ്ചം അതിനധീനമാക്കി വച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരുവനെ, പരമാർത്ഥം ബോധിച്ച ഒരുവനെ സ്പർശിക്കാനേ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു യോഗമാണ് എന്നർത്ഥം. നാമവൈസ്മര്യതേ പ്രസിദ്ധ ഉപനിഷത്തുകളിൽ അത് പറയുന്നു. അവനെ പാപം സ്പർശിക്കുന്നില്ല, അവനെ പുണ്യം സ്പർശിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഉപനിഷത്തുകളിൽ അത് പറയുന്നു. അതാണ് ഇവിടെ ഭാഷ്യകാരനും പറയുന്നത്. ഇവിടെ ഗൗഡപാദാചാര്യർ പറയുന്ന കാര്യം ഉപനിഷത്ത് ഋഷിമാർ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനൊരു പുതിയ പേരിൽ പറഞ്ഞതേ ഉള്ളൂ, അസ്പർശയോഗം എന്ന് പറഞ്ഞു. അപ്പോൾ യോഗം എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ, അതുമായിട്ട് ഇവിടെ പറയുന്ന യോഗത്തിന് യാതൊരു ബന്ധവുമില്ല. കായികമോ മാനസികവുമായിട്ടുള്ള ഒരഭ്യാസ പ്രകടനത്തിന് ഇവിടുത്തെ യോഗവുമായിട്ട് ബന്ധമില്ല എന്നർത്ഥം. ഇത് സർവസംബന്ധ ശൂന്യതയാണ്. അതാണ് ആത്മനിഷ്ഠന്റെ നിലയാണ്. ഇത് മുമ്പ് തന്നെ പറഞ്ഞു. എന്താണ്? അനായാസസ്ഥിതി. ജ്ഞാനിയുടെ അനായാസമായ ഒരു സ്ഥിതിയാണ് അസ്പർശത എന്ന് പറയുന്നത്. ഏറ്റവും അനായാസമായ കാര്യമാണ്. കാരണം സ്വരൂപസ്ഥിതിയാണ് അനായാസമായിട്ടുള്ളത്. സ്വരൂപച്യുതി സംഭവിക്കുമ്പോൾ ജീവൻ ആയാസം വരുന്നു. അതാണ് സംസാരം. അവന് സുഖദുഃഖങ്ങളും മറ്റു വികാര വിചാരങ്ങളെല്ലാം വരുന്നതാണ് അവന്റെ ആയാസം. അവിടെ ആ സ്വരൂപത്തിൽ നിന്ന് അവന് ച്യുതി സംഭവിക്കുന്നു. അവൻ മനസ്സിന്റെ തലത്തിലേക്ക്, ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക്, ബാഹ്യമായ വിഷയങ്ങളുടെ തലത്തിലേക്ക് പോകുന്നു. അതായാസമാണ്. ഇത് അനായാസമായ സ്ഥിതിയാണ്. അനായാസമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല?
അനായാസമായി വെളിപ്പെടുത്തിയിട്ടും അനായാസമായി അതിനെ ബോധിപ്പിച്ചിട്ടും അനായാസമാണെന്ന് ബോധിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആ അവസ്ഥയിലെത്താൻ കഴിയുന്നില്ല? പറയുന്നു ദുഃഖേന ദൃശ്യത ഇതി ദുർദർശ സർവയോഗിഭി. സർവയോഗികളും യോഗമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സർവരും യോഗമാർഗത്തിലാണ്. ഏത് ആധ്യാത്മിക സാധന മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും യോഗമാർഗത്തിലാണ്. എന്തുകൊണ്ട്? അവൻ ആ ജീവനെ പരനോട് യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് യോഗം എന്ന് പറയുന്നത്. എന്തുപായത്തെ സ്വീകരിച്ചാലും ശരി, കർമ്മത്തിലൂടെ ആയാലും മന്ത്രത്തിലൂടെ ആയാലും തന്ത്രത്തിലൂടെ ആയാലും അവന്റെ താല്പര്യം അതാണ്. ആ പരമാത്മാവിനോട് തന്നെ ഏകീഭവിപ്പിക്കുക. അതുകൊണ്ട് സർവ്വരും യോഗികളാണ്. അതുകൊണ്ട് സർവയോഗികൾക്കും ഈ അനായാസസ്ഥിതി ദുർദർശം പറയും വളരെ ക്ലിഷ്ടമായി ഗ്രഹിക്കേണ്ടി വന്നിരിക്കുന്നു. പറയുന്നുണ്ടല്ലോ, ഗ്രഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗ്രഹിച്ചാലും മനസ്സിലാക്കിയാലും അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും അനുഷ്ഠാനം വരെ വന്നാലും അനുഭവത്തിൽ വരുന്നില്ല. ഇതാണ് ദുർദർശത. എന്തുകൊണ്ട്? ഇതിന്റെ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നത്. ഇത് ശ്രവിക്കുകയും അവന്റെ ചലനം മറ്റു മാർഗങ്ങളിലൂടെയാണെങ്കിൽ അത് ദുർദർശനം തന്നെയാണ്. ഇത് ശ്രവിക്കുന്നവൻ ഇതിൽ തന്നെ ചലിക്കണം, അല്ലെങ്കിൽ അത് ദുർദർശമായി തന്നെ തീരും. അതുകൊണ്ട് വരുന്നു സർവർക്കും സർവ്വസാധകന്മാർക്കും ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. അതേസമയം സത്യനിഷ്ഠനാണെങ്കിലോ അത് അനായാസമായി അനുഭവപ്പെടുന്നു. അവൻ അസ്പർശയോഗത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സർവരെയും ചേർത്ത് പറയുന്നു ദുർദർശ സർവയോഗിഭി എന്ന് പറയുമ്പോൾ വേദാന്ത വിഹിത വിജ്ഞാനരഹിതേഹി. ശ്രുതി ബോധിപ്പിച്ച ഈ വിജ്ഞാനത്തെ, വിജ്ഞാനം അതില്ലാത്തവന്, സ്വരൂപജ്ഞാനമാണ് അനുഭവജ്ഞാനം. ആ അനുഭവജ്ഞാനമില്ലാത്തവന് ആത്മസത്യ അനുബോധ ആയാസലഭ്യ ഏവ ആത്മസത്യ അനുബോധം എന്ന് പറയുന്നു. ഇതിനുള്ള ആയാസം എന്താണ്? ഈ അനായാസസ്ഥിതിയിൽ എത്തിച്ചേരുന്നതിനുള്ള ആയാസം അതിത്രയേ ഉള്ളൂ. അതിനെ നമുക്ക് പറയാം ആത്മസത്യാനുബോധം. ആത്മസത്യാനുബോധം എന്ന് പറയുന്ന ഈ ഒരു ആയാസമേ ഇവിടെയുള്ളൂ, മറ്റായാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നു ആത്മസത്യാനുബോധമാകുന്ന ആയാസം, അല്ലെങ്കിൽ ആത്മസത്യാനുബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള ശ്രവണ മനനങ്ങൾ, അതുമാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ. എന്നാലും അത് ദുർദർശമായി തന്നെ ഇരിക്കുന്നു. യോഗിനോ ബിഭ്യതിഹി അസ്മാ. എല്ലാ സാധകന്മാരും ഇതിനെ ഭയക്കുന്നു. അവന്റെ സംസ്കാരം ആണ് അവനെ ഭയപ്പെടുത്തുന്നത്. ഇതിനനുകൂലമല്ലാത്ത സംസ്കാരം ഭയപ്പെടുത്തുന്നു. അതാണ് യോഗിനഃ ബിഭ്യതിഹി അസ്മാ. സർവഭയവർജിതാദപി ആത്മനാശരൂപമിമം യോഗം മന്യമാന ഭയം കുർവന്തി. ഇത് വാസ്തവത്തിൽ സർവഭയവർജിതമാണ്. പക്ഷെ അതിനെ ഭയക്കുന്നു. ഇതിലും സ്വനാശത്തെ ഭയക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ യോഗിയും ഓരോന്ന് നേടാൻ ആഗ്രഹിക്കുന്നു. ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നേട്ടങ്ങളിൽ പ്രതീക്ഷയുണ്ട്.
ഇവിടെ പറയുന്ന ആത്മലാഭം പോലും അവനൊരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത്. ഇവിടെ പറയുന്ന നിരായാസസ്ഥിതി അതിനവനൊന്നും നേടാനില്ല. അവിടെ പിന്നെ അവൻ കാണുന്നത് എന്താണ്? താൻ എന്തൊക്കെയാണോ ആധ്യാത്മിക സാധനയിലൂടെ നേടേണ്ടത് അതെല്ലാം ഇവിടെ വന്നാൽ നഷ്ടപ്പെടുമെന്ന് അവൻ കരുതുന്നു. മാനസികമായ സിദ്ധികൾ, ശക്തിവിശേഷങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ, ഇതിനെല്ലാം ഇവിടെ നിരാകരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരുവൻ ആഗ്രഹിക്കുന്നത്. ജപവും തപവും ഒക്കെ ചെയ്ത് നേടാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇവിടെ അങ്ങനെ ഒന്നും നേടാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? നഷ്ടബോധം കൊണ്ട് അവൻ ഭയക്കും എന്നാണ്. ഇതൊന്നുമില്ലാതെ പിന്നെ താനില്ല. അങ്ങനെയാണല്ലോ കരുതുന്നത്. തന്റേതായതൊന്നുമില്ലാതെ താനില്ല. മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? തന്റെ സ്വത്തില്ലെങ്കിൽ താനില്ല, തന്റെ ബന്ധുബലമില്ലെങ്കിൽ താനില്ല, തന്റെ യശസ് നഷ്ടപ്പെട്ടാൽ താനില്ല. ഈ തരത്തിൽ തന്നോട് ബന്ധപ്പെട്ടതിന്റെ നാശത്തിൽ തന്റെ നാശത്തെ കാണുകയാണ്. സാധകനും അങ്ങനെയാണ്. തന്റെ നേട്ടങ്ങളുടെ അഭാവത്തിൽ താനില്ല, അതിനെ ഭയക്കുന്നു. ഇതൊന്നുമില്ലാത്ത ഒരു താൻ, അതാർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. താൻ നേടിയ നേട്ടങ്ങളില്ലാത്ത ഒരു താൻ, അതിനെക്കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ വയ്യ. ഈ നേട്ടങ്ങളോട് കൂടിയ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. താൻ നേടുന്നതെല്ലാം ഭൗതികമാണ്. താൻ നേടുന്നതെല്ലാം ഈ തുര്യന്റെ ചിത്തസ്പന്ദനത്തിന്റെ ഭാഗങ്ങളെയാണ്, തുര്യനെയല്ല. അതുകൊണ്ട് തന്റേതായ എല്ലാത്തിന്റെയും നാശം തന്റെ നാശമായി കണ്ടുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? ആത്മനാശരൂപം. ആത്മനാശത്തെ അവൻ കാണുന്നു. അതുകൊണ്ട് അവൻ ഭയക്കുന്നു. ഇമം മന്യമാന ഭയം കുർവന്തി, അവൻ ഭയക്കുന്നു. അതുകൊണ്ട് ഈ അനായാസമായ സഹജസ്ഥിതിയിലേക്ക് ആർക്കും താല്പര്യം ഉണ്ടാകുന്നില്ല. അവൻ വീണ്ടും ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഠിനമായ തപസ്സുകളോ യോഗമാർഗങ്ങളോ മറ്റുപായങ്ങളോ അവൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അസ്പർശ യോഗത്തെ അവൻ ആവശ്യമില്ല. മറ്റു യോഗങ്ങളെല്ലാം ആവശ്യമുണ്ട്. അവരെ കുറിച്ച് എന്താണ് ഇവിടെ ആചാര്യൻ വിലപിക്കുകയാണ്. കഷ്ടം അഭയേ ഭയദർശിനഃ, അസ്മിൻ ഭയദർശിന, അഭയരൂപത്തിൽ ഭയത്തെ കാണുന്നു. എന്ത് പറയാനാണ്? പറയുമല്ലോ, കരതല ആമലകം പോലെ സത്യത്തെ വെളിപ്പെടുത്തി യാലും അവനെന്ത് ചെയ്യുന്നു? അതിനെ തട്ടിക്കളയുന്നു. അതവൻ ആവശ്യമില്ല എന്ന് കരുതുന്നു. അഭയത്തിനും അവൻ ഭയം ദർശിക്കുന്നു. അഭയത്തിന് ഇതല്ലാതെ മറ്റൊന്നുമില്ല. എന്നാലും ആചാര്യൻ പറയുന്നു, ആചാര്യൻ സ്വന്തം അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ്. താൻ ആ അഭയസ്ഥിതിയിലാണ്. അഭയം എന്താണെന്ന് തനിക്ക് മനസ്സിലായി. പക്ഷേ കേൾക്കുന്നവനത് ബോധിക്കുന്നില്ല. അവൻ അതിനെയും ഭയമായി തന്നെ കാണുന്നു. ഭയനിമിത്ത ആത്മനാശ ദർശനശീല അവിവേകിനൈക്യർത്ഥ. ഇവിടെ എല്ലാം എന്താണ്? അവൻ തന്റെ നാശത്തെ കാണുന്നു. തന്റേതായ തന്റെ സമ്പാദ്യങ്ങളുടെ നാശത്തിലൂടെ തന്റെ നാശത്തെ കാണുന്നു എന്നാണ്. അതുകൊണ്ട് ആരും ഈ സ്വരൂപസ്ഥിതിയിൽ നിലനിൽക്കുന്നില്ല. ആ സ്വരൂപസ്ഥിതി ആഗ്രഹിക്കുന്നില്ല. മറ്റ് സാധനാമാർഗങ്ങളിൽ മനുഷ്യൻ മുഴുകിയിരിക്കുന്നു എന്നാണ്. എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഭൗതികമായിട്ടുള്ളവരെ വിടാം. അവൻ അജ്ഞനായി സത്യവും അസത്യവും എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ, അത്തരമൊരു ജിജ്ഞാസ കൂടാതെ അവൻ ജായസ്വ മ്രിയസ്വ, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. തൃതീയ സ്ഥാനം എന്ന് പറയുന്നു. അവൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെറിയൊരു വിവേകം വന്നു കഴിഞ്ഞാൽ അവൻ ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയും. അതുവരെ അവനെ സംബന്ധിച്ചിടത്തോളം അവിവേക ജന്മമാണ്. അതിനെ മാറ്റിവെക്കാം. പക്ഷേ വിവേകം ഉള്ളിൽ ഉദിച്ച്
ആത്മലാഭത്തെ ആഗ്രഹിക്കുന്നവൻ പോലും പറയുന്നു ഭയദർശികളായിട്ടാണ് ജീവിക്കുന്നത്. ഭയദർശികളായിട്ടാണ് അവന്റെ മാർഗത്തെ സഞ്ചരിക്കുന്നത്. എന്താ അതിന് കാരണം? സംസ്കാരഭേദം കൊണ്ട്. ഓരോരുത്തരിലും ഇരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നു. സംസ്കാരത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഭഗവാനും പറഞ്ഞിട്ടുണ്ടെന്നാണ് നിഗ്രഹിക്കും കരിശ്ശേരി. ആ സംസ്കാരത്തെ നിഗ്രഹിക്കാൻ അവന് കഴിയുന്നില്ല. അവിടെ പറയുന്നുണ്ട് അത് നിഗ്രഹിക്കാൻ എനിക്കേ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ആ സംസ്കാരത്തിനനുസരിച്ച് അവൻ പോകുമ്പോൾ സംസ്കാരത്തിനനുസരിച്ചുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്ന ഈ മാർഗം, ഇതിന് രാജമാർഗം എന്ന് പറയാം. പക്ഷെ ആ മാർഗത്തിൽ ഇതിന് അവൻ അപകടത്തെ കാണുന്നു. അപ്പോ കൂരിരുട്ടത്ത് ദുർഘടമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശീലിച്ചവന് വെളിച്ചമുള്ള രാജവീതിയിലേക്ക് കടക്കാൻ ഭയമായിരിക്കും. എന്താണോ അവൻ ചിന്തിക്കും, ആ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഞാൻ യോഗ്യനാണോ? അത് രാജാവ് സഞ്ചരിക്കേണ്ട മാർഗമല്ലേ? ഞാൻ ഇങ്ങനെ ഒരു ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇതിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടായാലും ഞാൻ ഈ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അവനങ്ങ് തീരുമാനിക്കും. യഥാർത്ഥ മാർഗത്തെ സംബന്ധിച്ച് എന്താണ്? അത് അഭയമാണെങ്കിൽ അവനവിടെ ഭയത്തെ ദർശിക്കുന്നു. അത് തനിക്ക് അന്യമാണെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതാണ് ഓരോരുത്തന്റെയും സംസ്കാരമനുസരിച്ച് ഓരോരുത്തന്റെയും വികാര വിചാരങ്ങൾ. അതുകൊണ്ട് നാനാമാർഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രകരണത്തെ ഇവിടെ അവസാനിപ്പിക്കാൻ തുടങ്ങുന്നത്. സർവരും അഭയത്തിൽ ഭയത്തെ ദർശിക്കുന്നവരാണ്. ആരും തന്നെ അഭയത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുന്നില്ല. അഭയപ്രതിഷ്ഠ, അഭയത്തിൽ ആരും തന്നെ പ്രതിഷ്ഠിതരായിത്തീരുന്നില്ല. അതിന് ആചാര്യൻ അവസാനം പറയും, എന്താണോ ഇത് ആ മായയുടെ ശക്തിയാണ്. മായ ഇവനെ ഇങ്ങനെ വട്ടം ചുഴറ്റുന്നത് കൊണ്ടാണ് അവൻ ശരിയായ മാർഗത്തിൽ കയറാതെ മറ്റു ദുർമാർഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അസ്പർശയോഗോ വൈ നാമ ദുർദർശ സർവയോഗിഭി യോഗിനോ ബിഭ്യരിഷ്യസ്മാത് അഭയഭയദർശിന. ശാന്തി ശാന്തി ശാന്തി.